ഹായ്. ഞങ്ങൾ ഒരു ട്രിപ്പ് പോവുകയാണ്. അത് കുറച്ച് ദിവസമായി ഞങ്ങൾ പോയിട്ട്, പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ മടിയായിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ വേറെ എവിടേക്കല്ല, മലമ്പുഴ ഡാം. അതാണ് ഞങ്ങൾ ഡെസ്റ്റിനേഷനായിട്ട് ഇട്ടിട്ടുള്ളത്. രാവിലെ ഒരു 8:30 ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. ഒരു 11 മണി 11:30 ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പോകുന്ന വഴിക്ക് മഴയൊന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ നല്ല മഴയായിരുന്നു. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴേക്കും മഴ മാറുകയും ചെയ്തു. ഞങ്ങൾ ആര്യാസിലാണ് കയറിയത്. അവിടെ നിന്ന് മസാല ദോശ കഴിച്ചു. രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുകൊണ്ട് കുറച്ച് ലോങ് അങ്ങോട്ട് പോയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. വഴി തെറ്റിപ്പോയ യാത്രകൾക്കാണ് കൂടുതൽ ഓർമ്മകൾ സമ്മാനിക്കാനാവുക എന്ന് എവിടെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ കുറച്ച് വഴി തെറ്റി പോയിട്ടാണ് ലാസ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴിയിലെത്തിയത്. അങ്ങനെ കവ എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്കാട്ടോ ഞങ്ങൾ പോണത്. മലമ്പുഴ ഡാമിലേക്കല്ല ഞങ്ങൾ പോണത്, കവയിലേക്കാണ് ഞങ്ങൾ പോണത്. പോകുന്ന വഴിയെല്ലാം നല്ല മനോഹരമായിരുന്നു കേട്ടോ. ഫുൾ കാടായിട്ട് എന്താ പറയുക, നല്ലൊരു തണവും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് അങ്ങോട്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂട്ടിയിലാണ് കേട്ടോ പോയത്. പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ പകുതി എത്തിയപ്പോഴേക്കും പെട്രോള് പകുതി കഴിഞ്ഞു. അതിനാൽ ഞങ്ങൾ കവ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയില്ല. അതുപോലെ മലമ്പുഴ ഡാമിലേക്ക് ഞങ്ങൾ പോയില്ല. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ പെട്രോൾ തിരിച്ച് വരുമ്പോഴേക്കും കഴിയുമോ എന്നുള്ള ടെൻഷൻ കാരണം ഞങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചു യാത്ര. അങ്ങനത്തെ ഞങ്ങൾ കവയിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കാണുന്ന പോലെയല്ല, റോഡിലൊക്കെ നിറയെ ആളുകളായിരുന്നു. പിന്നെ സൺഡേ ആണല്ലോ ഞങ്ങൾ പോയത്, അതിൻ്റെ ഒരു തിരക്കും നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കുറേ നേരം ഇരുന്നു. കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് അവിടെ കുറേ നേരം സംസാരിച്ചിരുന്നു. നല്ലൊരു കാറ്റും തണവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പ്ലാനിങ്ങിലൊക്കെയാണ് പോയത്, പക്ഷേ പ്ലാനിങ് ഒന്നും നടന്നില്ല. എന്നാലും ഇങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചു. ഫ്രണ്ടിലൊക്കെ നല്ല മല, ഇങ്ങനെ വലിയ കുന്നും മലയൊക്കെ ആയിരുന്നു. അതിൻ്റെ മുകളിൽ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ട് വരണത്. അഞ്ചലേച്ചി മുന്നേ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല മഴ വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരം അഞ്ചലേച്ചി വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടോ, കാളവണ്ടിയൊക്കെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഞങ്ങൾ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പം നല്ല മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തില്ല. ലാസ്റ്റ് ഞങ്ങൾ തൃശ്ശൂർ എത്തിയപ്പോഴാണ് മഴ പെയ്തത്. അതുവരെ ഞങ്ങൾ മഴ കിട്ടിയേ ഇല്ലായിരുന്നു. അങ്ങനെ തൃശ്ശൂർ വന്നു, മഴയൊക്കെ കിട്ടി. ഞങ്ങളതേ അഞ്ചലേച്ചിയുടെ വീട്ടിലെത്തി. ഏകദേശം ഒരു 5 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ എന്താ പറയുക, സംഭവബഹുലമായ ആ ഒരു ട്രിപ്പ് ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ട്രിപ്പായിട്ട് വീണ്ടും കാണാം കേട്ടോ.